നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 19/4/2025 കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 6-ാം തീയതി ഉത്തരായന കാലം വസന്ത ഋതുവിൽ കൃഷ്ണപക്ഷ ഷഷ്ടിയും മൂലം നക്ഷത്രവും ശനിയാഴ്ചയും വരുന്ന ദിവസം സൂര്യോദയം പുലർച്ചെ 5:58 AM സൂര്യാസ്തമനം 6:19 PM രാഹുകാലം 9:02 AM മുതൽ 10:35 AM വരെയും ഗുളികകാലം 5:57 AM മുതൽ 7:30 PM വരെയും യമകണ്ഠകാലം 1:40 PM മുതൽ 3:13 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:44 AM മുതൽ 12:06 PM വരെയും 12:10 PM മുതൽ 12:32 PM വരെയുമാണ്. ഇനി നമുക്ക് ശനിയാഴ്ചയായതുകൊണ്ട് വിഷ്ണുമായ സ്വാമി, ധർമ്മശാസ്താവ്, അതുപോലെ തന്നെ ശനീശ്വരൻ നവഗ്രഹ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തിയത് ആശക്തി വഴിപാട് കഴിക്കുന്നത് എല്ലാവിധ ശനിദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് സഹായകമാണ്. ആഞ്ജനേയ സ്വാമി പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ വടമാലയും വിഘ്നമാലയൊക്കെ ചാർത്തുന്നത്, അവൽ നിവേദ്യമൊക്കെ കഴിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കരിനീലയോ കറുപ്പോ വസ്ത്രം ധരിക്കുന്നതും പ്രാർത്ഥനകൾ നമഃശിവായ ജപിക്കുന്നത്, ശാസ്ത്ര ഗായത്രി ജപിക്കുന്നത്, ശാസ്ത്രസ്തുതി ജപിക്കുന്നത്, വിഷ്ണുമായ മൂലമന്ത്ര ഉപാസന പൂർണ്ണമായി ചെയ്യുന്നത്, സ്വാമിക്ക് നിവേദ്യം വയ്ക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപാസനാമൂർത്തിയെ ഉപാസിക്കുന്നവർക്ക് നിവേദ്യമൊക്കെ കൊടുക്കാൻ അമാവാസിയും ശനിയാഴ്ചയും ഒക്കെ വളരെ നല്ല ദിവസമാണ്. ഇനി ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവ കൂറുകാർക്കാണ്. ഇനി നമുക്ക് രാശിഫലം ഒന്ന് നോക്കാം. ഇന്നത്തെ ഗ്രഹനില നോക്കുമ്പോൾ സൂര്യൻ ഉച്ചസ്ഥനായി മേടൻ രാശിയിലും ചന്ദ്രൻ ധനുരാശിയിലും ചൊവ്വ കർക്കിടകത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രനും മന്ദനും സർപ്പി അതായത് ശുക്രൻ മന്ദൻ സർപ്പി മീനത്തിലും ഗുളികോദയം വന്നിരിക്കുന്നത് മേടൻ രാശിയിലും ഉദയവും മേടൻ രാശിയിലാണ്. അപ്പം ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും അതായത് 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ അല്പം മനസ്സ് വിഷമപ്പെടും. നീച സംസർഗം കൊണ്ട് പല വിധത്തിലുള്ള വിഷമതകളും നേരിടും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. വിനോദ യാത്രകൾക്കായി പണം ചിലവഴിക്കും. ഭർത്തൃ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഇണയുടെ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ജോലിക്കായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരുമായി അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായാലും സന്തതികളുടെ നന്മയ്ക്കായി മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഐക്യം ഉണ്ടാക്കുന്നതിന്, അവരുമായി ചർച്ചകളൊക്കെ നടത്തുന്നതിനൊക്കെ സാഹചര്യം കണ്ടെത്തും. സഹായികളിൽ നിന്ന് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതായ സാഹചര്യം വരും. ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിലും അല്പം ദൂരയാത്ര വേണ്ടി വരുമെങ്കിലും വിജയത്തിൽ കാര്യപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതാണ്. മന്ദഗതിയിൽ നടക്കുന്ന ബിസിനസ് അല്പം ത്വരിതപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള ഒരു അവസരം വന്നു ചേരും. ബിസിനസ്സിൽ നല്ല കഴിവും പ്രാഗൽഭ്യവുമുള്ള പാർട്ട്ണറെ കണ്ടെത്തി ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയും.
തൻ്റെ വസ്തുവകകൾ പണയപ്പെടുത്തി ധനം മറ്റുള്ളവരുടെ ആവശ്യത്തിന് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നത്, അതിനായി നന്നേ പരിശ്രമിക്കേണ്ടതാണ്. പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുട്ടികൾക്കാണെങ്കിലും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും പരീക്ഷാദികളിൽ വിജയം പ്രതീക്ഷിക്കാം. ഗുരുസ്ഥാനീയരിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. എല്ലാവിധ സന്തോഷവും അനുഭവിക്കുവാനായി ആദ്യ ദിവസത്തിൻ്റെ തുടക്കം അല്പ ശുഭകരമായിരിക്കില്ലെങ്കിൽ പോലും പിന്നീടുള്ള സമയം കൂടുതൽ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായകമാകും. മേടൻ രാശി ആയതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ക്ഷീണിതരാവുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക. അഭിപ്രായ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ശനീശ്വരന് 7.5 ശനിക്കാലം ആയതുകൊണ്ട് ശനീശ്വരനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ശാസ്താവിന് നെയ്ദീപം തെളിക്കുന്ന അല്ലെങ്കിൽ നീരാഞ്ജനം തെളിക്കുന്നത്, അതുപോലെ നെല്ല് തലയ്ക്കൊഴിഞ്ഞ് വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്നതൊക്കെ നല്ലതാണ്. കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനത്തിൻ്റെ ഒരു സ്രോതസ് ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ പരിപൂർണ വിജയം ഉറപ്പാക്കാം. ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കുക. കൃഷിയിലും വാടകയിനത്തിലുമൊക്കെ അല്പസ്വല്പം ധനം വന്നു ചേരും. പൊതുരംഗത്തു നിന്നും വിട്ട് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കും. വിലപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. അപ്രതീക്ഷിതമായി ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ദൃശ്യമാകും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. ഷെയറുകളിൽ നിന്നും ആദായമുണ്ടാകും. പ്രതീക്ഷിച്ചിരുന്ന തുറകളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. പലതരത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ അവസരം വന്നു ചേരും. എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോകാൻ, അതായത് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിത്യം പോയിക്കൊണ്ടിരുന്നിടത്ത് പോകാൻ കഴിയാതെ വിഷമിക്കുന്നതിൻ്റെതായി വരും. അത് ക്ഷേത്രം മാത്രമല്ല, അവനവന് മനസ്സിന് സന്തോഷം തരുന്ന ഏതൊരു സ്ഥലത്തും നിത്യം പോയിക്കൊണ്ടിരുന്നിടത്ത് പോകാൻ പറ്റാതെ അല്പം ബുദ്ധിമുട്ടുന്ന സാഹചര്യം വരും. സമയം കണ്ടെത്തി അതിനുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. അയൽക്കാരുമായി വാക്തർക്കങ്ങൾക്ക് ഇടവരുത്തരുത്. കേസ്, കോടതി അതൊന്നും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളർത്തുമൃഗങ്ങളിൽ നിന്നും പൂച്ചയോ പട്ടിയോ ഒക്കെ വളർത്തുന്നവർ അവരുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ, ദംശനം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യനില അല്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ദുഷ്ചിന്തകളൊക്കെ മാറി മനസ്സിനെ ദൃഢമാക്കി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശാസ്താവിനെയും വിഷ്ണുമായ സ്വാമിയെ ഉപാസനാമൂർത്തിയൊക്കെ ഉപാസിച്ച് ആത്മധൈര്യവും സന്തോഷവും സംതൃപ്തിയും അനുഭവയോഗ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. എല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ നന്നായി പരിശ്രമിക്കുക. രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാകാതെ കിടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുമിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടേണ്ടതായി വരും. ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. വിലപ്പെട്ട ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. ശാരീരിക സുഖത്തെക്കാളേറെ മാനസിക സംതൃപ്തി ലഭിക്കും. എഴുത്തുകുത്തുകൾ മുഖേന പണം ലഭിക്കും.
വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും. അവരുടെ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഇഷ്ടവിഷയം പഠിക്കുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരും. പണത്തിന് അല്പം ബുദ്ധിമുട്ട് വരുമെങ്കിലും ആരുടെയെങ്കിലും സഹായ സഹകരണത്തോടെ കാര്യനിർവഹണം നടക്കും. ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമം ആരംഭിക്കും. ബിസിനസ്സിൽ പൊതുവേ അല്പം അപജയങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിലധിഷ്ഠിതർക്ക് സർവീസിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പത്രങ്ങളിൽ ലേഖനങ്ങളോ കത്തുകളൊക്കെ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഇണയുമായി പിരിഞ്ഞു നിൽക്കേണ്ട സാഹചര്യം വരെ വരും. പാർട്ട്ണർ മുഖേന ബിസിനസ്സിൽ അഭിവൃദ്ധി വന്നു ചേരും. യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരവസരവും വന്നു ചേരും. ഇരുമ്പ്, ഉരുക്ക്, സിമെൻറ്റ് തുടങ്ങിയവയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സിവിൽ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അതിനുള്ള അവരുടെ വർക്ക് തുടങ്ങി അതൊരു നല്ല നിലയിൽ കൊണ്ടുപോകുവാനുള്ള സാഹചര്യം ലഭിക്കും. എഴുത്തുകുത്തുകളിലും കലാപരിപ്രവൃത്തിയിലുമൊക്കെ വ്യാപരിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദിവസം ഒരു സന്തോഷമുള്ള ദിവസമായി തീരും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമി, മച്ചാത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഉപാസന തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ, ധർമ്മശാസ്ത്രത്തിന് നെയ്ദീപമൊക്കെ തെളിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. കണ്ടകശനിക്കാലം ആയതുകൊണ്ട് കർമ്മരംഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, എള്ള് തലക്കൊഴിഞ്ഞ് വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്നതൊക്കെ എല്ലാവിധ സന്തോഷവും സൗഭാഗ്യവും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. കർക്കിടകം രാശി. യൂണിവേഴ്സിറ്റികളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. തൊഴിൽരഹിതർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. വർക്ക്ഷോപ്പുകളോ മറ്റു വ്യവസായങ്ങളോ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കൃഷി, വ്യാപാരം എന്നിവയിൽ നിന്നും ആദായം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. എല്ലാ കാര്യങ്ങളിലും ധീരതയും തൻ്റെടവുമൊക്കെ പ്രദർശിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി വന്നു ചേരും. വിരുദ്ധ ശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തീരുമാനമെടുക്കാൻ വൈകാതെ ശരിയായ സമയത്ത് തീരുമാനം കൈക്കൊള്ളുവാൻ പരദേവതയുടെ അനുഗ്രഹം ആവശ്യപ്പെടാം. അമ്മയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അല്പസ്വല്പം ആദായം പ്രതീക്ഷിക്കാം. പലതര സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾ ഉദിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിയുന്നു. സന്താനങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ടവർക്ക് ഈ സന്ദർഭം വളരെ അനുയോജ്യമായി തീരുന്നതാണ്. വളരെ കാലമായി അകന്നു നിന്നിരുന്ന ബന്ധുക്കളുമായി കൂടിക്കഴിയുവാനും സൗഹൃദവും ഒരു എല്ലാവരുമായിട്ടുള്ള ഒരു ഐക്യം നിലനിർത്തി ബന്ധുജന സമാഗമം, ബന്ധുജന ഐക്യം, കുടുംബത്തിൽ മംഗളകാര്യങ്ങളിലുള്ള ഒരു സന്തോഷം അതൊക്കെ സംഘടിപ്പിക്കുന്നത് വഴി മനസ്സിനും കുടുംബത്തിലുമൊക്കെ സന്തോഷം വന്നു ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. പല സംഗതികളിലും വൈകാരിക പ്രകടിപ്പിക്കേണ്ടതായ അവസരം വരും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്പസ്വല്പം കാത്തിരിക്കേണ്ടത് വരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവിധ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതാണ്. രാശിനാഥയായ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി കലാശിക്കും. അതുപോലെ തന്നെ കുടുംബപരദേവതയെയും വിഷ്ണുമായ സ്വാമിയെ, ചേതൻ സ്വാമിയെ, ഉപാസനാമൂർത്തികളെ, ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവീക അനുഗ്രഹം വർദ്ധിക്കുന്നതാണ്. അതുവഴി സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും
ലഭിക്കുന്നതാണ്. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനുള്ള ഒരു യോഗവും വന്നു ചേരും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എതിർപ്പുകളെ നയത്തോടെ നേരിടാനായി ശ്രമിക്കും. ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ജോലിഭാരം അല്പം കൂടുന്നതാണ്. എന്നിരുന്നാലും സംയമനത്തിനോടെ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വരുമ്പോൾ അതൊരു സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് എവിടെയും നമുക്ക് എല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അതിനുള്ള പുറപ്പെടുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. കുടുംബത്തിലെ അസ്വാസ്ഥ്യങ്ങൾ, ഇപ്പം നമ്മളുടെ ഒരു വേർപാട് കുടുംബത്തിൽ ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ സൃഷ്ടിക്കുമെങ്കിലും എല്ലാം ശുഭമെന്ന് കരുതി തന്നെ മുന്നോട്ട് പോവുക. അലസത കാരണം സ്ഥാനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി നല്ല ഐക്യത്തിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിനുള്ള സാധ്യതയൊക്കെ വിദ്യാർത്ഥികൾക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ്. അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ വ്യാപാര രംഗത്താണെങ്കിൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടാതെ വരുമ്പോൾ മനസ്സ് തളരാതെ നല്ല പുതിയ തന്ത്രങ്ങൾ ആരായുന്നത് നന്നായിരിക്കും. അറിവുള്ളവരുടെ ഒരു സഹായ സഹകരണം കൂടി തേടി ആ രംഗത്ത് കൂടുതൽ ശോഭിക്കുവാൻ ശ്രമിക്കുക. മാതാപിതാക്കളുടെ കാര്യത്തിലുള്ള ശ്രദ്ധക്കുറവൊക്കെ മാറ്റി കൂടുതൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ചുമതലപ്പെടുത്തുക. അവർക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കുക. സന്താനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകുന്ന അതിനുള്ള മാർഗം തെളിഞ്ഞു വരുന്ന സമയമാണ്. ശത്രുശല്യങ്ങളൊക്കെ വർദ്ധിക്കുമെങ്കിലും അതിലൊന്നും പതറാതെ ഉപാസനയിലൂടെ ഉപാസനാമൂർത്തിയെ മുറുക്കെ പിടിക്കുക. ശനീശ്വരന് നെയ്ദീപമൊക്കെ തെളിച്ച് അതുപോലെ കുടുംബപരദേവതയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ രാശിനാഥനായ സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. സാമൂഹിക കാര്യങ്ങൾ പ്രവർത്തിച്ച് വിജയിക്കാനുള്ള അവസരം വന്നു ചേരും. പുണ്യക്ഷേത്ര സന്ദർശനത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. പൂർവീയ സ്വത്ത് വിൽപ്പന നടത്തി ജോലിസ്ഥലത്തേക്ക് ഒരു ഗ്രഹം വാങ്ങാനൊക്കെയുള്ള ശ്രമം വിജയിക്കും. ഈശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ദിവസമാണ്. കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ നന്മയും നിലനിർത്തി കിട്ടും. കന്നിരാശി വിജയിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ആദ്യം പരാജയത്തിൽ കലാശിക്കുമെങ്കിലും ചില രഹസ്യ ബന്ധങ്ങളൊക്കെ പരസ്യമാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വളരെ കരുതലോടെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇഷ്ടബന്ധുക്കൾ പോലും ശത്രുതാപരമായി പെരുമാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാം രാശിയിൽ നിൽക്കുന്ന കേതു വഴിതെറ്റിക്കുന്നതാവാം. അപ്പോൾ ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഇട്ടുകൊണ്ട് നന്നായി കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി കരുതലോടെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ളൊരു ഊർജം ലഭിക്കും. രാശിനാഥയായ മൂകാംബി ദേവിയുടെയും കുടുംബപരദേവതയുടെ അനുഗ്രഹം തേടുന്നത് എല്ലാവിധ കാര്യങ്ങളും ശുഭപര്യവസാനിയാകുന്നതിന് സഹായകമാകും. പുതിയ ചില പദ്ധതികൾ തുടങ്ങാൻ ഒരുങ്ങുമെങ്കിലും അതിന് ഈ എല്ലാത്തിലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ദൂരദേശത്തുള്ളവരുമായി ബിസിനസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഒരുങ്ങും. ഹോട്ടല്, കൂൾബാർ എന്നീ സ്ഥാപനങ്ങളുള്ളവർക്ക് വ്യാപാരത്തിൽ സന്തോഷവും അല്പധനലാഭവും പ്രതീക്ഷിക്കും. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ നിന്നും അവരുടെ പഠിപ്പിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുകയും എല്ലാ അവസരങ്ങളും ഒന്നിലധികം വരുന്നത് കൊണ്ട് ഏത് ചെയ്യണം എന്നുള്ള ഒരു മനസ്സിന് ഒരു സംശയം വരികയും വരുന്ന കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിപൂർവമായി ചിന്തിച്ച് ഏറ്റവും ഉചിതമായി തിരഞ്ഞെടുക്കുവാൻ പരദേവതയുടെ അനുഗ്രഹം ലഭിക്കും. മനസ്സ് അന്യഥ്യം കൈവിടാതെ പ്രവർത്തിക്കുക. ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യണം. അതിലും കഴിവ് നന്നായി പ്രയോജനപ്പെടുത്തണം.
ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴുള്ള ബിസിനസ്സിനെ കൂടുതൽ വിപുലപ്പെടുത്തി നല്ല രീതിയിൽ ചെയ്യുവാനുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഏത് കൃത്യവും വളരെ നൈപുണ്യത്തോടുകൂടി നിർവഹിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരും. മറ്റുള്ളവരുടെ സഹായത്താൽ പലവിധ സൗകര്യങ്ങളും അനുഭവയോഗ്യമാകും. ആ സുഹൃത്തുക്കളെയും സഹായികളെയും തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായ പല സംഗതികളും അനുഭവപ്പെട്ടെന്നവരും അധ്വാനിക്കാത്ത പണം വരെ വന്നു ചേരുവാൻ യോഗമുണ്ട്. എല്ലാം ഒരു വട്ടം കൂടി ആലോചിച്ച് എല്ലാം വളരെ കൃത്യമായി രേഖകളടക്കം സൂക്ഷിച്ചു വയ്ക്കുന്നത് പിന്നീടുള്ള ഒരു അവസരത്തിലേക്ക് പ്രയോജനപ്പെടും. ഒരു ശുഭമായ ഒരു ദിനം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാശിനാഥയായ മൂകാംബിക ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ കണ്ടകശനി കാലമായതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കണം. വിഷ്ണുമായ സ്വാമി, സഹാരൻകുട്ടിയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുക. തൃപ്പറയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ചത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശനി ഉപാസനാമൂർത്തിക്ക് നിവേദ്യമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ്. അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ 30 ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച വ്രതമെടുക്കുന്നത്, കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാവിധ കഷ്ടതകളും മാറി സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുന്നതിന് സഹായകമാകും. ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. തുലാരാശി, കോൺട്രാക്റ്റുകൾ മുഖേനയും മറ്റും കിട്ടാനുള്ള പണം കൈവശം വന്നു ചേരും. സഹോദരങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും. വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കുന്നതാണ്. തൊഴിൽ രഹിതർക്ക് ജോലി പ്രവേശിക്കാനുള്ള അവസരം വന്നു ചേരും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താനുള്ളൊരു ഊർജം ലഭിക്കും. ഉദ്യോഗത്തിൽ അഡീഷണൽ ചാർജൊക്കെ വയ്ക്കേണ്ടതായി വരും. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. പുരാവസ്തുക്കൾ വാങ്ങുന്നതിനും അത് ശേഖരിച്ച് വയ്ക്കുന്നതിനുമൊക്കെയുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുതിയ നൂതന സമ്പ്രദായങ്ങളോട് ഒരു താല്പര്യം തോന്നി അതിൽ പഠനത്തിന് ശ്രമിക്കും. പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ പെട്ടെന്ന് പരുക്കൻ സ്വഭാവം പ്രകടിപ്പിക്കേണ്ട സാഹചര്യം വരും. വളരെ കരുതലോടുകൂടിയിരിക്കുക. അനാവശ്യ ചെലവുകൾ വന്നു വിടാനുള്ള സാഹചര്യമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൂർവീയ സ്വത്ത് അനുഭവത്തിൽ വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ശ്രമം വിജയിക്കും. ചിത്രകാരന്മാർ, പെയിൻറ്റർമാർ ഇവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. നല്ല പുതിയ പുതിയ വർക്കുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. പട്ടാള പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുവാനിടയുണ്ട്. കുടുംബസുഖം എല്ലാവിധത്തിലും നിറഞ്ഞിരിക്കുന്ന സമയമാണ്. എല്ലാ സൗഭാഗ്യവും നിലനിർത്തി കൊണ്ടുപോകാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാം മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടൊപ്പം കുടുംബ പരദേവതയുടെ അനുഗ്രഹം കൂടി ഉണ്ടായി എല്ലാം മംഗളമായി ഭവിക്കട്ടെ. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശ്രമങ്ങൾ വിജയം വരിക്കും. ഏത് പരിശ്രമങ്ങളിലും വിജയം വരിക്കുന്നതിനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നു. മനസ്സമാധാനം ലഭിക്കുന്ന സമയമാണ്. വസ്തുവകകൾ വിക്രയം ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂല സമയം വന്നു ചേരുന്നതാണ്. അഗ്നി, ആയുധം, വാഹനം ഇവയിൽ നിന്നൊക്കെ ഇവയുമായി കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ വേണം. അപകട സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ സീരിയൽ, സിനിമ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. ബന്ധുജനങ്ങളുടെ സഹായം കിട്ടിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ വിട്ടുപോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. അതിലൊന്നും പരിഭവിക്കേണ്ട. സമയം അനുകൂലമാകുമ്പോൾ എല്ലാം തിരികെ വരുന്നതാണ്. വസ്തുക്കളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് അതിൽ വിജയസാധ്യതയാണ് കാണുന്നത്. പ്രായം കൂടിയവർക്ക് അല്പം ദോഷ സമയമാണ്. വീഴ്ചകളും ക്ഷതപതനങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് വിൽപ്പന നടത്തി ജോലിയിലൊക്കെ കുറച്ച് ഗുണങ്ങളൊക്കെ അനുഭവിക്കാനും പുതിയ ഗ്രഹം വാങ്ങുവാനും ഗ്രഹമാറ്റത്തിനുമൊക്കെയുള്ള യോഗം തെളിഞ്ഞു വരുന്നതാണ്. വ്യാപാര രംഗത്ത് നല്ല ലാഭം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ കാര്യത്തിലും ശ്രദ്ധ പ്രത്യേകം
വേണ്ടതാണ്. അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നതായി കാണാം. എല്ലാവിധ സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ കുടുംബപരദേവതയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശനീശ്വരനെ പ്രാർത്ഥിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉപാസനാമൂർത്തിയെ ഉപാസിക്കുന്നതും നിവേദ്യമൊക്കെ വച്ച് പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ച ആയതുകൊണ്ട് ശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുന്നത്, ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും ഇന്ദ്രനീലം ധരിക്കുന്നതുമൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഐശ്വര്യപൂർണമായൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും വന്നു ഭവിക്കട്ടെ. ധനുരാശി. ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കും. ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിലെ സ്വസ്ഥത അല്പസ്വല്പം നശിക്കുമെങ്കിലും ആത്മധൈര്യം വിടാതെ മുന്നോട്ട് പോവുക. പിണങ്ങിയവരൊക്കെ ഇണങ്ങി വരുന്ന സമയം ഉടനെ തന്നെ സമാഗമമാകുന്നതാണ്. കണ്ടകശനിക്കാലമായതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്ന സമയം വീട്ടിലുള്ളവരുമായി അഭിപ്രായ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നേ പാടുപെടുന്നതായി കാണാം. സാമ്പത്തികത്തിൻ്റെ അല്പം തളർച്ചയും വരുമ്പോൾ എല്ലാം കൂടി അല്പം മാനസിക ബുദ്ധിമുട്ട് വരും. വളരെ സംയമനത്തിനോട് ഹനുമാൻ സ്വാമിയെയും ശ്രീരാമസ്വാമിയെയും ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഉപാസന തുടർന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. ബന്ധുജന സഹായം പ്രതീക്ഷിച്ചത്രയും ലഭിക്കാതെ വരുമ്പോഴും തളരാതെ മുന്നോട്ട് പോവുക. എതിർപ്പുകളെ നയത്തോടെ നേരിടാനായി ശ്രമിക്കുക. ഭൂമി ഇടപാടിൽ അല്പം ധനലാഭമൊക്കെ പ്രതീക്ഷിക്കുക. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നത് കൊണ്ട് ശാരീരിക അസ്വാസ്ഥ്യം വർദ്ധിക്കും. അതൊന്നും കാര്യമാക്കാതിരിക്കുക. വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വരുമ്പോൾ അതൊരു ശുഭമായി തന്നെ സ്വീകരിക്കുക. എല്ലാം നല്ലതിനെന്ന് മാത്രം ചിന്തിക്കുക. പരദേവതയുടെ അനുഗ്രഹത്താൽ ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. രാശിനാഥനായ മഹാവിഷ്ണുവിനെയും മഹാദേവനെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കട്ടെ. മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതായി വരും. ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും വരുമാന വർധനവ് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ജോലി നേടാനുള്ള ഓരോരുത്തരുടെയും ശ്രമം ഫലിക്കുന്നതായി കാണാം. പുതിയ ഭൂമി വാങ്ങുന്നതിനുള്ള കാര്യങ്ങൾ തീരുമാനത്തിലാവും. വാഹനം വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബസുഖം അല്പം കുറഞ്ഞെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതോടുകൂടി ആ സന്തോഷം നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടും. വാക്കുകൾ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വാക്കുകൾ കരുതി ഉപയോഗിക്കുക. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും. ഉപാസനാമൂർത്തിക്ക് നിവേദ്യമൊക്കെ വെച്ചു കൊടുത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ തയ്യാറാകുക. ജോലിക്ക് വേണ്ടി പണം ചിലവഴിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കുന്നതോടൊപ്പം ധനച്ചെലവ് വന്നു ചേരുമെങ്കിലും എല്ലാം ശുഭമായി പര്യവസാനിക്കും. ദക്ഷിണാപരമായ പ്രവർത്തനങ്ങൾ, അതായത് ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയത്തിനുള്ള സാധ്യത കാണുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. സർക്കാർ കാര്യങ്ങളിൽ നിന്നും സർക്കാർ മേഖലയിൽ നിന്നും എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. പോലീസ്, പട്ടാളം, സേന, മറ്റ് സേനാവിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. എല്ലാ രംഗങ്ങളിലും വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥനായ ശനീശ്വരന് നെയ്ദീപം തെളിച്ച് ശാസ്താവിന് നീരാഞ്ജനമൊക്കെ തെളിച്ച് 390 ചതുസ്വാമിമാരെയും പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ ഉപാസനാമൂർത്തിയെ വിടാതെ പിടിക്കുമ്പോൾ എല്ലാം ഭംഗിയായി പര്യവസാനിക്കുന്നതാണ്. കുംഭം രാശി. എഴുത്തുകൾ മുഖേനയോ വ്യാപാരം മുഖേനയോ അല്പം
സാധാരണയിലധികം പണം വന്നു ചേരുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. മാതാവിന് അല്പ അസുഖമൊക്കെ വരാമെന്നുണ്ടെങ്കിലും അത് നിയന്ത്രണാതീതമായി തീരുന്നതാണ്. ചില പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടുകയും അതുവഴി ധനലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഭൂമി വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. പുതിയ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വരുമാനം അല്പം കുറഞ്ഞു വരും. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാവും. പൂർവികമായ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. ധനാഗമ മാർഗങ്ങൾ താൽക്കാലികമായി അടഞ്ഞു കിടക്കുന്നത് കാണാം. എഗ്രിമെന്റുകളൊക്കെ ചിലപ്പോൾ അലസിപ്പോയി എന്ന് വരാം. പക്ഷേ അതൊക്കെ പുതുക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പൂർവിക സ്വത്ത് അനുഭവത്തിൽ വന്നു ചേരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ബെസ്റ്റ് പാർട്ട്ണറെ കണ്ടെത്തി വീണ്ടും പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ത്വരിതപ്പെടുത്തി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഉദ്യോഗത്തിൽ സ്ഥാനമാറ്റം പ്രതീക്ഷിക്കാം. പുതിയ വ്യാപാര വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടും. വസ്തു സംബന്ധമായ കേസുകളിലൊക്കെ അനുകൂല വിധി വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മേലധികാരികളുമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. രാശിനാഥനായ ശനീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവാൻ കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നതും ഇന്ദ്രനീലം ധരിക്കുന്നതും ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കുടുംബപരദേവതയ്ക്കും ഉപാസനാമൂർത്തിക്കൊക്കെ ദീപം ധരിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിവേദ്യം സമർപ്പിക്കുമ്പോഴും ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നതാണ്. രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുള്ള സന്താനങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്നതിനുള്ള അവസരം ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള യോഗം കാണുന്നു. മേലധികാരികളുമായി ഉണ്ടായ അഭിപ്രായ തർക്കങ്ങളൊക്കെ മാറി അഭിപ്രായ ഐക്യത്തിനുള്ള സാഹചര്യം വന്നു ചേരും. പൂർവിക സ്വത്ത് അധീനതയിലാവും. കലേഖകന്മാർക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. എഴുത്തുകാർക്ക് പ്രണവും പ്രശസ്തിയും ലേഖകന്മാർക്ക് പണവും പ്രശസ്തിയും വരുന്നത് പോലെ തന്നെ പുസ്തക പ്രസാധകർക്കും അനുകൂലമായ സാഹചര്യം തന്നെയാണ്. കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവിധ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതാണ്. തൻ പ്രമാണിത്വം എല്ലായിടത്തും തൻ്റെ ആ പ്രാമാണിത്യം പ്രകടിപ്പിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ എതിർപ്പുകൾ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. പുതിയ ശൈലി ബിസിനസ്സിൽ ആരംഭിക്കും. ആ ശൈലിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗം തെളിഞ്ഞു കിട്ടും. ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്രകളൊക്കെ വേണ്ടിവരും. എല്ലാ യാത്രകളും ശുഭപര്യവസാനിയായി തീരുവാനായി നന്നേ പ്രയാസപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവിധ വിജയവും ഉണ്ടാകുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം സർപ്പദേവതകളെയും ശനീശ്വരനെയും പ്രാർത്ഥിച്ച് ഉപാസനയൊക്കെ തുടർന്നു കൊണ്ട് പോകുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാം നിന്ന് കിട്ടുന്നതാണ്. സുഖവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സംതൃപ്തിയും അനുഭവിക്കാനാകട്ടെ. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 27 നക്ഷത്രങ്ങൾക്കും ശനിയാഴ്ച വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കുന്നത്, അതുപോലെ ഇന്ദ്രനീലമുള്ളവരൊക്കെ അത് ധരിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, മറ്റ് ഉപാസനാമൂർത്തികൾക്കൊക്കെ നിവേദ്യം കൊടുക്കുവാൻ പറ്റിയ ദിവസമാണ്. വീട്ടിൽ അതിനുള്ള സാഹചര്യമുണ്ടാക്കി നിവേദ്യം കൊടുക്കുന്നതും എല്ലാം നല്ലതായി ഭവിക്കുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗത്തിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.